കഥാനായകൻ ഒരു വാഴപ്പഴമാണ്. വെറുതെ ഒരു വാഴപ്പഴമല്ല, 52 കോടിയിലധികം രൂപ വില കൊടുത്ത് സ്വന്തമാക്കിയ കലാസൃഷ്ടി. എന്നിട്ട് എന്ത് സംഭവിച്ചു? മറ്റെന്ത് സംഭവിക്കാൻ? മറ്റേതൊരു പഴത്തെയും പോലെ അതിനെയും അകത്താക്കി. 2019 മോറിസോ കാറ്റലൻ എന്ന ഇറ്റാലിയൻ കലാകാരനാണ് ആദ്യമായി കൊമേഡിയൻ എന്ന പേരിൽ വാഴപ്പഴം പ്രദർശനത്തിന് വെച്ചത്. വെളുത്ത ചുവരിൽ ഒട്ടിച്ചു വെച്ച വാഴപ്പഴം അന്ന് വലിയ വിവാദങ്ങൾക്കിടയാക്കി. എന്നാൽ ജനശ്രദ്ധ ലഭിച്ചതോടെ കൊമേഡിയൻ താരമായി. പിന്നീട് പല തവണ പ്രദർശനത്തിന് വെച്ചപ്പോഴും വലിയ തുകയ്ക്കാണ് കൊമേഡിയൻ വിറ്റുപോയത്. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പ്രദർശനത്തിനെത്തിയപ്പോൾ വലിയ പ്രചാരമാണ് ആ കലാസൃഷ്ടിക്ക് ലഭിച്ചത്. ന്യൂയോർക്ക് ആർട്ട് ഗാലറിയുടെ ചുമരിൽ വെള്ളി നിറമുള്ള ടേപ്പ് കൊണ്ട് ഒട്ടിച്ചു വെച്ച വാഴപ്പഴം കാണാനുള്ള കൗതുകവുമായി ജനപ്രവാഹം ഒഴുകിയെത്തി. തിരക്ക് കൂടിയതോടെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വരെ നിയമിച്ചു. അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം വാർത്ത റിപ്പോർട്ടും ചെയ്തു. എന്നാൽ 6.2 ദശലക്ഷം US$ ലേലത്തിൽ ക്രിപ്റ്റോ കറൻസി സംരംഭകനായ ജസ്റ്റിൻ സൺ ആ വാഴപ്പഴം സ്വന്തമാക്കിയ വേളയിൽ തന്നെ വാഴപ്പഴം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഭക്ഷിക്കുമെന്ന് ജസ്റ്റിൻ വാക്ക് നൽകിയിരുന്നു. ഒടുവിൽ മാധ്യമങ്ങളുടെയും ഇൻഫ്ലുവൻസർമാരുടെയും മുന്നിൽ കൊമേഡിയനെ അകത്താക്കിയ ജസ്റ്റിൻ റിവ്യൂ പറയാനും മറന്നില്ല. മുൻപ് കഴിച്ചിട്ടുള്ള വാഴപ്പഴങ്ങളെക്കാൾ പ്രത്യേകതയുള്ള രുചിയായിരുന്നു കൊമേഡിയന്റെതെന്നാണ് ജസ്റ്റിന്റെ റിവ്യൂ.